സമുദായത്തോട് കോൺഗ്രസ് നീതി കാണിച്ചില്ല എന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ. ലത്തീൻ സമുദായത്തിന്റെ വോട്ട് നൽകിയത് കോൺഗ്രസിനാണ്. മന്ത്രിസഭാ രൂപീകരണത്തിൽ നീതിപൂർവമായ നിലപാടെടുത്തില്ലെന്നും ആക്ഷേപം. സൈഫുനീസ വിവരങ്ങളുമായി ചേരുന്നു. സൈഫു, തുടക്കം മുതൽ തന്നെ ലത്തീൻ സഭ അവരുടെ പ്രതിഷേധം അറിയിച്ചതാണ്. ആദ്യം അത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അറിയിച്ചു. അതിന് പിന്നാലെ ഒരു അനുനയത്തിന് മുഖ്യമന്ത്രി ശ്രമിച്ചു, അതിലും വീണില്ല. ഒരു പ്രാതിനിധ്യം മന്ത്രിസഭ ഫുൾ ലിസ്റ്റ് വരുമ്പോഴെങ്കിലും ഉണ്ടാകും, വകുപ്പ് വിഭജനം വരുമ്പോഴുണ്ടാകുമെന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. കടുത്ത നിലപാടിൽ, കടുത്ത പ്രതികരണത്തിലേക്ക് പോകുന്നു സഭ. തീർച്ചയായും സേതുലക്ഷ്മി, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ കത്തോലിക്ക സഭ കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അത് പ്രത്യക്ഷമായി തുറന്നു പറഞ്ഞിരുന്നില്ല എങ്കിൽ പോലും പലയിടത്തും എടുത്ത നിലപാടുകൾ നിന്ന് വ്യക്തമായിരുന്നു. അത് ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചത് കോൺഗ്രസിന്റെ പാർട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ലത്തീന്റെയും വോട്ടുകൾ ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു. പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായത്തിന്റെ പൊതുവായ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിനും ബോധ്യമുള്ളതായിരുന്നു. എന്നാൽ മന്ത്രിസഭാ രൂപീകരണത്തിലും മറ്റും അക്കാര്യങ്ങൾ പരിഗണിക്കാതെ നീതിപൂർവമായൊരു നിലപാട് എടുത്തില്ല എന്നാണ് ലത്തീൻ സഭ ആരോപിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം ലത്തീൻ കത്തോലിക്കയോട് സമുദായത്തോട് കോൺഗ്രസ് നീതി കാണിച്ചില്ല എന്നും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. എം വിൻസെന്റിനെയോ അല്ലെങ്കിൽ പി ജെ വിനോദിനെയോ മന്ത്രിയാക്കണമെന്ന് പലതവണ ലത്തീൻ കത്തോലിക്ക സഭ സമ്മർദ്ദം ചെയ്തിരുന്നു. പക്ഷേ ആ രീതിയിലൊന്നും ലത്തീന്റെ ഒരു സമുദായത്തിന്റെ ഒരു പ്രതിനിധി മന്ത്രിസഭയിൽ ഇല്ല എന്ന കാര്യം ഇപ്പോൾ വകുപ്പ് വിഭജനത്തിലടക്കം വ്യക്തമാവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പായി തന്നെ ഇക്കാര്യം ലത്തീൻ കത്തോലിക്ക സഭ പുറത്തിറക്കിയിരിക്കുന്നത്. ശരി.